ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കണം. ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നൊരു വ്ളോഗാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലം അതുപോലെ തന്നെ ലോക്ക്ഡൗൺ സമയമൊക്കെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രസം, അതുപോലെ തന്നെ വൻപയർ വെച്ചിട്ടുള്ളൊരു ഉലർത്ത്, ഒരവിയലുമാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. മൂന്നും നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പികളാണ്. നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം. ആദ്യം നമുക്ക് പയർ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനുള്ള വൻപയർ കുറച്ച് സമയം കുതിർത്ത് വെക്കണം. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ മറ്റുള്ള ജോലികളൊക്കെ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വൻപയർ കുതിരാനായിട്ട് മാറ്റി വെക്കും. 2-3 മണിക്കൂർ കുതിർത്തിട്ട് വേവിക്കുമ്പോൾ പയർ പെട്ടെന്ന് വെന്ത് കിട്ടും. 3/4 കപ്പ് വൻപയറാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത്. അത് വേവിക്കുന്ന പ്രഷർ കുക്കറിലേക്ക് തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പയർ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം പാകത്തിന് വെള്ളമൊഴിച്ച് കുതിരാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അവിയലാണ്. അവിയലിനുള്ള പച്ചക്കറികളെല്ലാം ഞാൻ ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് ചേന, കുമ്പളങ്ങ, പടവലങ്ങ, വെള്ളരിക്ക, ക്യാരറ്റ്, പയർ, മുരിങ്ങാക്കായുമാണ്. ഈ അവിയൽ നമ്മൾ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അവിയലാണ്. കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം കൂടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചാനലിൽ 2 അവിയലിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 റെസിപ്പിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി ഇതിലേക്കൊരു 10 ചെറിയ ഉള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും 4 പച്ചമുളക് നീളത്തിൽ കീറിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടിപ്പോകരുത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പുപൊടി ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി കുക്കർ മൂടി ഇതൊന്ന് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കണം. വേവിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പച്ചക്കറികളൊന്നും കൂടുതൽ വെന്തുടഞ്ഞു പോകരുത്. സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ആദ്യത്തെ വിസിൽ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിടാം. പച്ചക്കറികൾ കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവിയലിനുള്ള അരപ്പുണ്ടാക്കി വെക്കാം. അതിനായിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് 3/4 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 അല്ലി ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഓപ്ഷനാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. സാധാരണയായി അധികം ആരും വെളുത്തുള്ളി ചേർക്കാറില്ല. അപ്പം എനിക്ക് വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സി മൂടി ഇന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടുതൽ അരിഞ്ഞു പോകരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. ഈ പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. അരച്ചെടുത്ത അരപ്പ് നമുക്ക് മാറ്റി വെക്കാം. വൻപയർ കുതിരാൻ വെച്ചിട്ട് 2-3 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പാകത്തിന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 4 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ മൂടി ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം ഒരു 4-5 വിസിൽ വരുന്നവരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കൈകൊണ്ട് നന്നായിട്ട് നിരടി പിഴിഞ്ഞിട്ട് മാറ്റി വെക്കണം. അവിയലിനുള്ള പച്ചക്കറികളെല്ലാം വേവിക്കാൻ വെച്ചിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുക്കറിൻ്റെ സ്റ്റീമെല്ലാം പോയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പച്ചക്കറികളെല്ലാം ഈ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് വെന്തൊന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഈ പാകത്തിന് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. നമ്മൾ അവിയലിന് പച്ചക്കറി വേവിക്കാൻ വെച്ചപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അതുകൊണ്ട് അധികം വെള്ളമൊന്നും ഇതിലില്ല. കൂടുതൽ വെള്ളമുണ്ടെങ്കിൽ നമ്മൾ അവിയൽ ഉണ്ടാക്കുന്നതിന് മുമ്പ് അത് ഊറ്റി മാറ്റുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. കൂടുതൽ വെള്ളത്തിലൊന്നും ഇളക്കരുത്, പച്ചക്കറികളൊക്കെ വല്ലാതെ ഉടഞ്ഞു പോകും. അരപ്പ് ചേർത്തതിന് ശേഷം അവിയൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കണം. ഇപ്പോൾ അവിയൽ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചാൽ മതി. കൂടുതൽ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചക്കറികളൊക്കെ ഉടഞ്ഞു പോകും. തൈര് ചേർത്തതിന് ശേഷം പിന്നീട് കൂടുതൽ സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം അവിയലൊന്ന് നന്നായിട്ട് തിളക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അവസാനം അവിയലിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് തിരുമിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തൊന്ന് പതുക്കെ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ അവിയൽ റെഡിയായി കഴിഞ്ഞ് റെഡിയായ അവിയൽ നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വെക്കാം. രസം ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണിത്.
1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ഉണക്കമുളക്, ഒരു 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ മല്ലി. ഇനി വേണ്ടത് ഒരു മീഡിയം തക്കാളി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും. ഇത് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച പുളിയാണ്. ഇനി മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് പൊടിക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. രസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. അതിലേക്ക് 2 നുള്ളി ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും 2 ഉണക്കമുളക് രണ്ടായിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഉണക്കമുളകും മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു മീഡിയം തക്കാളിയും ഒരു പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരാൻ വേണ്ടി പാനൊന്ന് മൂടി വെച്ച് കൊടുക്കണം. സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുത്താൽ മതി. 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്നൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി ഒഴിച്ചു കൊടുക്കാം. പുളി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കഴിഞ്ഞപ്പോൾ രസം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകും ചെറിയ ജീരകവും വെളുത്തുള്ളിയും മല്ലിയും എല്ലാം കൂടിയാണ് നമ്മൾ പൊടിച്ചെടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ ചെറിയ തരിതരിയായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. ഇത് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പുളി ചേർത്ത് 2-3 മിനിറ്റ് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 2.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പുപൊടി ചേർത്ത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രസം നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. രസം കൂടുതൽ സമയമൊന്നും ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഗുണവും മണവും എല്ലാം നഷ്ടപ്പെടും. ഇനി ഞാൻ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു പിടി മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. കായത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നമുക്ക് കുറച്ച് കായപ്പൊടിയൊക്കെ ഇതിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കൊതിയൂർന്ന മണം വരുന്നുണ്ട്. ഇത് നമുക്ക് വെറുതെ ഗ്ലാസ്സിലൊഴിച്ച് കുടിക്കാൻ വളരെ നല്ലതാണ്. നമുക്ക് ഈ ജലദോഷവും പനിയൊക്കെയുള്ള സമയത്തൊക്കെ ഇതുപോലെ കുടിക്കാൻ വളരെ നല്ലതാണ്. ഈ കൊറോണ സമയത്ത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡിയായ രസം നമുക്കൊരു സർവിങ് ബൗളിലേക്ക് മാറ്റി വെക്കാം. വൻപയർ ഈ കാണുന്ന പോലെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പയറൊന്ന് താളിച്ചെടുക്കാം. വൻപയർ ഉലർത്താനായിട്ട് ഞാനിവിടെ ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കണം. കടുക് നല്ലതുപോലെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു ചെറിയ സവാളയും കുറച്ച് ചുവന്ന ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവാളയെല്ലാം മൂത്തൊരു ചെറിയ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർത്തതിന് ശേഷം സ്റ്റവ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗരം മസാലപ്പൊടി ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയെല്ലാം മൂത്തൊരു നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയർ ചേർത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കറി നല്ല തിക്കാണ്. ഞാനപ്പോൾ ഇതിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറി കുറച്ച് കുഴഞ്ഞിരിക്കുന്ന പാകത്തിൽ വേണം ഇരിക്കാനായിട്ട്. വെള്ളം കൂടി പോകരുത്. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് മൂടി വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പെല്ലാം പാകത്തിന് ചേർത്ത് കൊടുക്കണം. മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് മൂടി മാറ്റി നോക്കാം. ഇപ്പോൾ പയറെല്ലാം നല്ല പാകത്തിന് കുറുകിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ വളരെ ഹെൽത്തി നല്ല ടേസ്റ്റിയുമായി നമ്മുടെ പയർ ഉലർത്തിയതും റെഡി ആയിട്ടുണ്ട്. രസവും നമ്മുടെ അവിയലും മെഴുക്ക് പുരട്ടിയും എല്ലാം റെഡി ആയിട്ടുണ്ട്. ഈ ലോക്ക്ഡൗൺ സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പികളാണിത്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.